ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, മിശിഹായുടെ പിറവിത്തിരുന്നാൾ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച സഭയിൽ തിരുക്കുടുംബത്തിന്റെ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ്. ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ച് മനുഷ്യത്വത്തെ മഹത്വീകരിക്കുകയും ഒരു കുടുംബത്തിന്റെ ഭാഗമായി തീർന്നുകൊണ്ട് കുടുംബ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കുകയും മാതാപിതാക്കന്മാർക്ക് വിധേയമായി ജീവിച്ചുകൊണ്ട് മാതൃത്വത്തെയും പിതൃത്വത്തെയും ആദരിക്കുകയും ചെയ്തു. തിരുക്കുടുംബത്തെ പ്രത്യേകമായി ഓർക്കുകയും കൃപാവരങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസമാണ് തിരുക്കുടുംബത്തിന്റെ തിരുനാൾ ദിനമായ ഇന്ന്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണം മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചുള്ളതാണ്. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന് തിരുവചനം പറയുന്നു. ഛായയിലും സാദൃശ്യത്തിലും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഛായയും സാദൃശ്യവും എന്നത് രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതല്ല. മൂലഭാഷയിൽ അത് രണ്ടും ഒരു യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. വചനത്തിന്റെ വെളിച്ചത്തിൽ അത് വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മനുഷ്യനെ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് സൃഷ്ടിച്ചു എന്ന കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 3-ാം വചനം അനുസരിച്ച് ആദത്തിന് ഛായയിലും സാദൃശ്യത്തിലും ഒരു പുത്രൻ ജനിക്കുന്നു. ഛായയിലും സാദൃശ്യത്തിലുമായിരിക്കുക എന്ന് പറഞ്ഞാൽ മക്കളായിരിക്കുക എന്നതാണ് അർത്ഥം. മാതാപിതാക്കളുടെ ഛായയിലും സാദൃശ്യത്തിലുമാണല്ലോ മക്കൾ ജനിക്കുന്നത്. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യനെ ദൈവമക്കളുടെ സ്ഥാനത്ത് സൃഷ്ടിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ സത്താപരമായി ദൈവമക്കൾ എന്നല്ല, ദൈവമക്കളുടെ സ്ഥാനം നൽകി സൃഷ്ടിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വചനം പറയുന്നു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടുന്ന് നമ്മോട് കാണിച്ചിരിക്കുന്നത്, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, അങ്ങനെയാണ് താനും. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവമക്കളുടെ ആ സ്ഥാനം നഷ്ടപ്പെടുത്തി ഈശോ മിശിഹായിലൂടെ അത് വീണ്ടെടുത്തു. അങ്ങനെ നാം മിശിഹായിൽ ദത്തുപുത്രരായി. ദൈവത്തിന്റെ സൃഷ്ടിയിൽ മനുഷ്യനുള്ള അനന്യതയാണ് ഈ തിരുവചനത്തിലൂടെ വ്യക്തമാക്കുന്നത്. ആ അനന്യത മക്കൾ എന്ന സ്ഥാനം ഉണ്ട് എന്നതാണ്. ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മൾ. നിങ്ങൾ ദൈവഭവനത്തിലെ അംഗങ്ങളാണ് എന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:19 പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഇന്നത്തെ രണ്ടാമത്തെ ദൈവവചന പ്രഘോഷണം പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ളതാണ്. മക്കൾക്ക് മാതാപിതാക്കന്മാരോടുള്ള കടമയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. മാതാപിതാക്കന്മാരുടെ വാക്ക് കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുവാനാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത്. അവരെ ബഹുമാനിക്കണമെന്നത് കർത്താവ് ആഗ്രഹിക്കുന്നു. മാതാപിതാക്കന്മാരോടുള്ള ആദരവിന്റെ പ്രതിഫലം എന്താണ് എന്നും തിരുവചനം വ്യക്തമാക്കുന്നുണ്ട്. പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു, നിക്ഷേപം കൂട്ടിവെക്കുന്നു. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരുടെ മക്കൾ അവരെ സന്തോഷിപ്പിക്കും. പ്രാർത്ഥന കർത്താവ് കേൾക്കും, ദീർഘകാലം ജീവിക്കും, അനുഗ്രഹത്തിന് പാത്രമാവുകയും ചെയ്യും. മക്കളുടെ ഭവനങ്ങളെ ദൈവം ബലവത്താക്കും. നല്ല കുടുംബങ്ങൾ രൂപപ്പെടുന്നത് നല്ല മാതാപിതാക്കൾ ഉണ്ടാകുമ്പോഴാണ്. അവരെ ബഹുമാനിച്ചും ആദരിച്ചും അനുസരിച്ചും മക്കൾ വളരുമ്പോൾ അത് ദൈവത്തിന്റെ ഭവനമായി മാറും. ദൈവസ്നേഹം അനുഭവിക്കുവാൻ ആ കുടുംബത്തിന് സാധിക്കും. പൗലോസ്ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ കർത്താവിനാൽ നയിക്കപ്പെടുന്ന കുടുംബം എപ്രകാരമുള്ളതായിരിക്കണം എന്നാണ് 3-ാമത്തെ ദൈവവചന പ്രഘോഷണം പറയുന്നത്. കർത്താവിന് യോഗ്യമായ വിധം ഭാര്യ ഭർത്തൃബന്ധം ഉണ്ടായിരിക്കണം. വിധേയത്വത്തിന്റെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും ആയിരിക്കണം അത്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ അനുസരണത്തിന്റെയും അംഗീകരിക്കലിന്റെയും പ്രോത്സാഹനത്തിന്റെയും ഭാവങ്ങൾ കുടുംബങ്ങളിൽ നിലനിൽക്കണമെന്ന് പൗലോസ്ലീഹ ഉപദേശിക്കുന്നു. മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ സ്വന്തമാക്കിയ കുടുംബത്തെയാണ് ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത്. ദൈവപുത്രൻ അവതരിച്ച കുടുംബമാണ് എങ്കിലും പ്രതിസന്ധികളിലൂടെയും പ്രതികൂല സാഹചര്യങ്ങളിലൂടെയുമാണ് അത് കടന്നു പോകുന്നത്. ആ അവസരങ്ങളിലെല്ലാം ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ച് ദൈവിക പദ്ധതികളോട് സഹകരിച്ച് കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്ന യൗസേപ്പ് പിതാവിനെയും അതിനോട് ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധ മറിയത്തെയുമാണ് നാം കാണുന്നത്. തിരുക്കുടുംബം ഈജിപ്തിലേക്ക് പോകുന്നതും
അവിടെ നിന്ന് തിരിച്ചു വരുന്നതുമായ കാര്യങ്ങൾ സുവിശേഷത്തിൽ നിന്ന് നാം ഇന്ന് ശ്രവിച്ചു. ഈശോ മിശിഹായുടെ ജനനത്തോടുള്ള 2 പ്രതികരണങ്ങളാണ് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈശോയെ സ്വീകരിക്കുന്ന കുടുംബവും ആ കുടുംബത്തിൽ ഈശോയെ തേടി വന്ന് അവിടുത്തെ ആരാധിക്കുന്ന ഇടയന്മാരും ജ്ഞാനികളും. മിശിഹായുടെ ജനനത്തിൽ അസ്വസ്ഥരായി അവിടുത്തെ വധിക്കാനൊരുങ്ങുന്ന ഹെരോദേസും കൂട്ടരും മറുപക്ഷത്ത്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന തിരുക്കുടുംബത്തെയാണ് സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കുന്നത്. പല വിധത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന നമ്മുടെ കുടുംബങ്ങൾക്കുള്ള ഉത്തമ മാതൃകയാണ് തിരുക്കുടുംബം. മിശിഹായുടെ വളർത്തുപിതാവായി തിരഞ്ഞെടുക്കപ്പെട്ട യൗസേപ്പ് ദൈവദൂതന്റെ വാക്കുകളാൽ നയിക്കപ്പെടുന്നതാണ് സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ആധുനിക ലോകത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന കുടുംബങ്ങൾക്ക് മാതൃകയായിട്ടാണ് നസറത്തിലെ കുടുംബം നമുക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്. കുടുംബജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രാരാബ്ദങ്ങളും കടന്നുവരും. ആ അവസരത്തിൽ ദൈവത്തിന്റെ വചനത്തിന് ചെവി കൊടുത്ത് ദൈവകൃപയോട് സഹകരിച്ച് അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സുവിശേഷത്തിലെ തിരുക്കുടുംബം നമ്മോട് പറഞ്ഞു തരുന്നത്. യൗസേപ്പ് പിതാവ് സർപ്പത്തെ പോലെ വിവേകത്തോടെ പെരുമാറുന്നത് കാണാം. നിഷ്കളങ്കമായ പ്രാവിനെ പോലെ മറിയം യൗസേപ്പ് പിതാവിനോട് ചേർന്ന് നിൽക്കുന്നു. പ്രകാരം സർപ്പത്തെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായി നിന്നുകൊണ്ട് തിരുക്കുടുംബത്തെ നയിക്കുന്ന യൗസേപ്പ് പിതാവിനെയും മാതാവിനെയുമാണ് നമുക്ക് തിരുക്കുടുംബത്തിന്റെ തിരുനാൾ ദിവസം ധ്യാനിക്കാനുള്ളത്. ഈ തിരുനാൾ ദിവസം നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമായി തിരുക്കുടുംബത്തിന്റെ സംരക്ഷണത്തിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.